സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തുലാവർഷത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രജത്ത് ചേരുകയാണ്. രജത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. രജത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ മഴയാണ് വരുന്നത്. ആളുകൾ കരുതിയിരിക്കേണ്ട എന്തൊക്കെയാണ് മുന്നറിയിപ്പ്? തീർച്ചയായും ശ്രീജ, രാവിലെ തന്നെ ആകാശം മേഘാവൃതമാണ്. ശക്തമായ മഴ തന്നെ ഉണ്ടാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജില്ലകളിലൊക്കെ സമാനമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ശക്തമായ മഴയ്ക്കുള്ള തയ്യാറെടുപ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്ത് തന്നെയായാലും 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കർശനമായ ജാഗ്രത പാലിക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ കേരള ലക്ഷദ്വീപ് മേഖലകളിലേക്കുള്ള മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും ശക്തമായ മഴ തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇന്നിപ്പോൾ അത് തുടരുകയാണ്. തുലാവർഷം ഇന്നു മുതൽ സംസ്ഥാനത്ത് ശക്തമാകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് മേഖലയിൽ രൂപപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴിയാണ് ഈ തുലാവർഷം ശക്തമാകുന്നതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചക്രവാത ചുഴിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മഴ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അത് പ്രധാനമായും മധ്യ കേരളത്തിലാണ് ഇപ്പോൾ മഴയുടെ സ്വാധീനമുണ്ടാകും. തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയുണ്ട്. അതിൽ തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് എന്നത് 115 മില്ലിമീറ്റർ മുതൽ 205 മില്ലിമീറ്റർ വരെ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കർശന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന പ്രത്യേകമായി തന്നെ അറിയിപ്പുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന നദീതീരങ്ങളുടെയും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, മഴവെള്ളപ്പാച്ചിൽ തുടങ്ങിയ സാധ്യതകളുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത ജാഗ്രതയാണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയുടെ ഒരു സാന്നിധ്യവും ഇപ്പോൾ മുതൽ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. രജത്ത്, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പൊതുവേ മഴയുണ്ട്. അത് ഒന്നുകൂടി കൂടും, അത് ശക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇടിമിന്നലോടുകൂടി ഒരു മഴയ്ക്കാണ് സാധ്യത പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലടക്കം കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടില്ലേ? തീർച്ചയായും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരത്തിലുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടിമിന്നൽ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിലൊന്നും ആളുകൾ നിൽക്കരുത്. ഒപ്പം തന്നെ മൈതാനങ്ങളിൽ ഉൾപ്പെടെ ആളുകൾ നിൽക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറി നിൽക്കണമെന്നത് തന്നെയാണ് ഈ ഇടിമിന്നലിൻ്റെ ഒരു സാധ്യത. സാധാരണ നിലയിൽ തുലാവർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അത്തരമായ ശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ കർശന നിർദ്ദേശങ്ങൾ ആളുകൾ പാലിക്കണമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആളുകളാണ് വിചാരിക്കേണ്ടത്. കാരണം കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അവർ പാലിക്കണം എന്നത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ മഴ സീസണൊക്കെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഇടിമിന്നലേറ്റ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനാണ് ഈ മിന്നൽ തന്നെ ഒരു വലിയ കർശന നിർദ്ദേശം തന്നെ, അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ. അത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം, ഇടുക്കി ജില്ലകളിലാണെങ്കിൽ പോലും സമീപ ജില്ലകളിലടക്കം ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്ന ഒരു കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്.